ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ കുറേ കാലങ്ങൾക്ക് ശേഷം ഞാനൊരു സ്കിൻ കെയർ വീഡിയോ ആയിട്ട് വന്നതാണ്. നമ്മൾ കുറേ ആയി സ്കിൻ കെയർ അല്ലെങ്കിൽ ഹെയർ കെയർ വീഡിയോസൊക്കെ ചെയ്തിട്ട്. അപ്പം ഇത് DIYയും കാര്യങ്ങളും ഒന്നുമല്ല. ഇതിൽ ഞാൻ പറയാൻ വേണ്ടി പോണത് നമുക്ക് വരുന്ന പിമ്പിൾസ്. ഇപ്പം എനിക്ക് ഇവിടെ കണ്ടോ, ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ ഇപ്പം സ്കിന്നിനെ പ്രത്യേകിച്ച് എന്തെങ്കിലും കൺസേൺസ്, എന്തെങ്കിലും കളർ ഡിസ്കളറേഷൻ ഉണ്ട്, അല്ലെങ്കിൽ പിഗ്മെൻറ്റേഷൻസ് ഉണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നാണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റിയൊരു പ്രൊഡക്റ്റാണ് ഇത്. ഫാർമസിയിൽ മാത്രം കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ്. നിങ്ങൾക്ക് കോസ്മെറ്റിക്സ് അല്ലെങ്കിൽ സാധാ ഫാൻസി ഷോപ്സിലോ ഓൺലൈനിലോ ഒന്നും കിട്ടാത്തതാണ് ഈ ഒരു ക്രീം എന്ന് പറയുന്നത്. ഒരു ഓയിൽമെൻറ്റ് പോലുള്ളൊരു ക്രീമാണ്. പക്ഷെ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഈ വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് പറയുന്നതാണ്. അതുകൊണ്ട് തന്നെ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്ന ഈ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി കൊടുക്കാൻ വേണ്ടിയിട്ട് മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾക്ക് സ്കിൻ ടെക്സ്ചറൊക്കെ ഒന്ന് എന്താ പറയുക കറക്റ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഓപ്പൺ പോർസ് ഉണ്ട്, അതൊക്കെ ഒന്ന് കുറയ്ക്കണം. അങ്ങനത്തെ പലതരം സ്കിൻ കൺസേൺസിന് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ക്രീമാണ് ഇത്. This is called Tretinoin cream USP. ഇതിൽ തന്നെ Tretinoin 0.025 എന്ന് പറഞ്ഞിട്ടുള്ളൊരു മീൻസ് ഇതിൻ്റെ ഒരു നമ്പർ ഉണ്ടാവും, കോൺസെൻട്രേഷൻ. അതിനനുസരിച്ചിട്ടാണ് ഇത് വാങ്ങേണ്ടത്. ഞാൻ യൂസ് ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം ഇങ്ങനെ ഈ ഒരു കോലത്തിലായിട്ടുണ്ട്. അപ്പം ഇത് യൂസ് ചെയ്യുന്നതിന് മുന്നേ ചെയ്യേണ്ടതും പിന്നെ ചെയ്യേണ്ടതുള്ള കാര്യങ്ങൾ പറയാം. ഇത് യൂസ് ചെയ്യേണ്ടത് രാത്രി മാത്രമേ നിങ്ങളിത് ഇടാൻ പാടുള്ളൂ. സ്റ്റാർട്ട് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ എന്ത് ഐറ്റംസ് ആണെങ്കിലും സ്റ്റാർട്ട് ചെയ്യുമ്പം വളരെ കുറച്ച് ഒരു കയ്യിൽ ഒരു ഇത്തിരി മാത്രം എടുത്തിട്ട് മുഖത്ത് എവിടെയാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് നിങ്ങൾക്ക് പ്രശ്നമുള്ളത് അവിടെ ജസ്റ്റ് ഒന്ന് ആക്കുക. കുറച്ച് മാത്രം യൂസ് ചെയ്തതിന് ശേഷം മാത്രമേ കൂടുതലായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി തുടങ്ങാൻ പാടുള്ളൂ എന്നാണ് ഈ ഒരു ക്രീമിന് പറയുന്നത്. അതന്നെ വീക്കിലി 2 പ്രാവശ്യം 3 പ്രാവശ്യം മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. റെഗുലറായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ സ്കിന്നിന് ഇപ്പോൾ ഉള്ളതിനെക്കാട്ടും പ്രശ്നം കൂടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർ വീക്ക്ലി ട്വൈസ് അല്ലെങ്കിൽ ത്രൈസ് സ്റ്റാർട്ട് ചെയ്യുക. ആദ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, പാച്ച് ടെസ്റ്റ് പോലെ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഇച്ചിനെസ് ഇറിറ്റേഷൻ ഉണ്ടെങ്കിൽ കഴിയുന്നത് ഒഴിവാക്കുക, യൂസ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി നോക്കുക. ഇതിൻ്റെ 150 രൂപയോ 180 രൂപ അങ്ങനെ എത്രയോ ഈ ഒരു 200 രൂപേൻ്റെ ഉള്ളിലേ വരുന്നുള്ളൂ ഈ ഒരു ക്രീമിന്. രാത്രി മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് സൺലൈറ്റ് അല്ലെങ്കിൽ സണ്ണിൽ എക്സ്പോസ് ചെയ്യാൻ വേണ്ടി പാടില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ രാത്രി ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നന്നായിട്ട് മുഖം വാഷ് ചെയ്ത് ഒരു മൈൽഡ് ഫേസ് വാഷ് വെച്ച് നന്നായിട്ട് കഴുകിയതിന് ശേഷം അത് നന്നായിട്ട് വെള്ളമൊക്കെ പോയതിന് ശേഷം മാത്രമാണ് ഇത് യൂസ് ചെയ്യേണ്ടത്. രാത്രി ഉറങ്ങുമ്പം തേച്ച് ഇട്ടിട്ട് പിറ്റേ ദിവസം രാവിലെ എണീക്കുക, ഫേസ് ഒന്ന് കഴുകുക. ഫേസ് വാഷ് വെച്ചിട്ട് കഴുകാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്. ഫേസ് വാഷ് വെച്ച് കഴുകിയതിന് ശേഷം നമ്മൾ എന്താണെങ്കിലും ഒരു SPF അതായത് സൺസ്ക്രീൻ ലോഷൻ മസ്റ്റായിട്ട് ഇടണം. ഇൻ കേസ് നിങ്ങൾ സൺസ്ക്രീൻ ഇടാണ്ട് നിങ്ങൾ പുറത്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളതിനെക്കാട്ടും കൂടുതൽ പിഗ്മെൻറ്റേഷൻസ് വരാനും ഡ്രൈനെസ് വരാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ഡാർക്ക് ആവാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങുകയാണെങ്കിൽ മാത്രമല്ല വീട്ടിലിരിക്കുകയാണെങ്കിലും നിങ്ങൾ എന്താണെങ്കിലും SPF യൂസ് ചെയ്തേ പറ്റത്തുള്ളൂ. അത് മാത്രമല്ല, നിങ്ങൾ ഇത് ഇട്ടതിന് ശേഷം ഒരു മോയ്സ്ചറൈസർ ഇടുന്നതും വളരെ നല്ലതാണ്. ഇത് ഇട്ടതിന് ശേഷമല്ല, രാവിലെ SPF ഇട്ടതിന് ശേഷം മോയ്സ്ചറൈസ് തേക്കുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് നിങ്ങൾക്ക് സ്കിന്ന് പീൽ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇത് യൂസ് ചെയ്യുമ്പോൾ സ്കിന്നിന് മുകളിലുള്ള ഫസ്റ്റ് ഒരു ലെയർ സ്കിന്നുകൾ ചില സമയത്ത് പോകും. പ്രത്യേകിച്ച് അധികമായി യൂസ് ചെയ്യുകയാണെങ്കിലൊക്കെ ഈ മൂക്കിൻ്റെ ഇവിടെയൊക്കെ കറുപ്പ് കളറിൽ വരുന്ന ആൾക്കാർ, അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ഇത് എന്താണെങ്കിൽ പീൽ ചെയ്തിട്ട് പോകും. അപ്പം അങ്ങനെ അതൊരു അഭംഗിയായിട്ട് അല്ലെങ്കിൽ സ്കിന്ന് ഡ്രൈ ആയിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഡ്രൈ ആക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നതും എന്തുകൊണ്ടും നല്ലതാണ്. ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് മറക്കരുത്. എന്താണെങ്കിലും ഒരു മോയ്സ്ചറൈസറും SPF മസ്റ്റായിട്ടും ഈ ഒരു ക്രീം യൂസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും യൂസ് ചെയ്യാം. സ്കിന്നിന് ചെറിയ മാറ്റമൊന്നുമില്ല, നല്ല രീതിക്ക് മാറ്റാൻ വേണ്ടി സഹായിക്കുന്നതാണ്. പക്ഷെ യൂസ് ചെയ്യുമ്പം നന്നായി ശ്രദ്ധിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കി ചെയ്തിട്ടില്ലെങ്കിൽ പണി കിട്ടാനും ചാൻസസ് ഭയങ്കര കൂടുതലായിട്ടുള്ള ഒരു ക്രീമാണ്. അപ്പം ശ്രദ്ധിച്ചിട്ട് വേണം ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് പറയാണ്, എന്താണെങ്കിൽ പാച്ച് ടെസ്റ്റ് ചെയ്യുക. പാച്ച് ടെസ്റ്റ് ചെയ്ത് സ്കിന്നിന് ഇറിറ്റേഷൻ ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുക. അതേപോലെ തന്നെ ആഴ്ചയിൽ
ആദ്യം ഒരു ദിവസം ഇട്ട് നോക്കുക, അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഇടണ്ട, അപ്ലൈ ചെയ്യണ്ട. നെക്സ്റ്റ് അതിൻ്റെ കൂടെ അത് കഴിഞ്ഞിട്ട് ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ അപ്ലൈ ചെയ്യുന്നതായിരിക്കും ഇനീഷ്യലി നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കഴിഞ്ഞ് ഒന്ന് സ്കിന്നുമായി ഇത് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് റെഗുലറായിട്ട് അല്ലെങ്കിൽ ഇടയ്ക്കൊന്ന് ഒരു വീക്കെൻഡൊക്കെ ഒന്ന് എപ്പോഴും യൂസ് ചെയ്ത് നിർത്തുന്നതും കുറച്ച് നല്ലതാണ്. പിന്നെ അത്യാവശ്യം പിമ്പിൾസ് ഒക്കെ മാറി അല്ലെങ്കിൽ ഇതാണെന്ന് കണ്ടാൽ ഒരു ബ്രേക്ക് എടുക്കുക, എന്നിട്ട് യൂസ് ചെയ്യാണ്ടിരിക്കുക. അല്ലാണ്ട് റെഗുലറായിട്ട് ഇങ്ങനെ ഒരുപാട് കാലത്തേക്ക് യൂസ് ചെയ്യരുത്. കുറച്ചൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഇടയ്ക്കൊരു ബ്രേക്ക് കൊടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. സ്കിന്നിൻ്റെ കളറിനാണെങ്കിലും ഐ മീൻ പിഗ്മെൻറ്റേഷൻ, കളർ മീൻസ് കളർ വെക്കാനല്ല കേട്ടോ, കളർ ഡിസ്കളറേഷൻ ഉണ്ടെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് ഈ 2 ഭാഗത്ത് 2 കളർ ഉണ്ടായിരുന്നു, നന്നായിട്ട് പോയിട്ടുണ്ട് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് മൂക്കിൻ്റെ അവിടേക്ക് കറുപ്പ് കളറ്, ചില ഭാഗത്ത് വല്ലാണ്ട് കറുപ്പ് കളർ ഉണ്ടെങ്കിലൊക്കെ പോക്കാൻ വേണ്ടിയിട്ടും മാറാൻ വേണ്ടിയിട്ടും സഹായിക്കുന്ന ഒരു ക്രീമാണ്. പിന്നെയും പറയുകയാണ് ഇതിൻ്റെ പേരാണ് ട്രെറ്റിനോയിൻ ക്രീം USP ട്രെറ്റിൻ 0.025% ക്രീമാണിത്. ഇതിൻ്റെ കോൺസെൻട്രേഷൻ കൂടിയതും ഉണ്ട്, കുറഞ്ഞുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. അപ്പം അങ്ങനെയാണ്. ഇത് ഫാർമസിയിൽ മാത്രം കിട്ടുന്നതാണ്, അതുകൊണ്ട് വേറെ എവിടെ പോയി ചോദിച്ചിട്ടുണ്ടെങ്കിലും കിട്ടില്ല. അപ്പോൾ ഫാർമസിയിൽ അവൈലബിൾ ആയിട്ടുള്ളൊരു ക്രീമാണ്. സൂക്ഷിച്ച് യൂസ് ചെയ്യുക, എഫക്റ്റ് അടിപൊളിയാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കൺസേൺസ് ഉണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ട് അറിയണമെന്നുണ്ടെങ്കിലും താഴെ എനിക്ക് ഡിസ്ക്രിപ്ഷനിൽ മെസ്സേജ് അയക്കാം. അത് കൂടാണ്ട് നമ്മുടെ വ്ളോഗ്, അതായത് നവംബർ മോട്ടിവേഷണൽ വീഡിയോസും വ്ളോഗ്സും ഇതിൻ്റെ കൂടെ തന്നെ വരുന്നതാണ്. നമ്മൾ കുറേ കാലമായിട്ട് വിട്ടുപോയൊരു കാര്യമാണ് ഈ ഒരു DIY അല്ലെങ്കിൽ സ്കിൻ കെയർ, ഹെയർ കെയർ ഒക്കെ. അപ്പോൾ അതും കൂടി കൂട്ടത്തിൽ ചെയ്യാമെന്ന് വിചാരിച്ചു, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം മറക്കണ്ട ഈ ഒരു ക്രീമും അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും. അപ്പോൾ വേറെ വീഡിയോ കാണാം. അതുവരേക്കും ബൈ.